എമ്പുരാൻ കണ്ട് എമ്പുരാന് ഇത്രയും വിവാദം ഉണ്ട് ശേഷം എമ്പുരാൻ ഞങ്ങൾ കണ്ടില്ലടാ. അതെ, എമ്പുരാൻ കണ്ടിട്ട് വരുവാ. എമ്പുരാൻ ആവറേജ് സിനിമയാണ്. എമ്പുരാൻ റിവ്യൂ പറയാൻ വന്നതല്ല. ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, സംഘപരിവാരങ്ങള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് തോന്നി. ഈ പറയുന്ന ഒരു തേങ്ങയും ആ സിനിമയ്ക്കകത്ത് ഞങ്ങൾ കണ്ടല്ലോ. ഉണ്ടാവട്ടെ, ഉണ്ടായിക്കോട്ടെ. സിനിമയായിട്ട് കാണണം അല്ലേ? അതെ, അല്ലാതെ വെറുതെ രാഷ്ട്രീയം ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ എത്രയോ സിനിമകൾ, അല്ലെ തമിഴിൽ എത്രയോ സിനിമകളുണ്ട് രാഷ്ട്രീയത്തെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് സിനിമകളുണ്ടല്ലോ. അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല. ഒരു കലാകാരന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ചിത്രീകരിക്കാനും അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതും ഒരു സ്വാതന്ത്ര്യമാണ് കലാകാരൻ. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അവരെ വെച്ചുകൊണ്ട് എന്തോരം സിനിമകൾ. അതെ അതെ അതെ, അവർക്കൊന്നും ഒരു കുരുവും ഒരു പ്രശ്നമില്ല. ഇത് വളരെ മോശമാണ്. കാരണം ഒരു സിനിമ നമ്മളെ കൊണ്ട് ഇത്രയും വലിയൊരു സിനിമ, ആ സിനിമ എടുത്തു വെച്ചേക്കുന്നതൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ആയാലും ക്യാമറ ആയാലും അതെല്ലാം കൊള്ളാം. പടം ഒരു ആവറേജ് ആണേ ഉള്ളൂ. എല്ലാവരും പറയുന്ന കണക്ക് രോമം എഴുന്നേറ്റിരിക്കത്തൊന്നുമില്ല. അല്ല, ഞങ്ങൾക്ക് എഴുന്നേറ്റുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടത്തുമില്ല. പിന്നെ ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു പടമായാലും ഏതൊരു പടമായാലും ഈ അഭിപ്രായം പറയുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഒരു പടം? ഇത്രയും ഐഡിയ പൂർവ്വം ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ അതിനകത്ത് റിവ്യൂ കാര്യങ്ങളും പറയുമല്ല. പിന്നെ ഈ പറയുന്ന ഇപ്പം ഈ സംഘപരിവാരം നിങ്ങൾ പറയുന്നത് വളരെ തെമ്മാടിത്തരം കേട്ടോ. അതെ, കാരണം ഒരു സിനിമയിൽ അങ്ങനെ ഒരു ഭാഗം നടന്ന സംഭവങ്ങൾ ചെയ്യുന്നതിനോ നടക്കാത്ത സംഭവങ്ങൾ ചെയ്യുന്നതിനോ ഒരു പ്രശ്നമില്ല. ഏതൊരു സിനിമ എഴുതി കാണിക്കും, അതിന് മുമ്പ് എഴുതി കാണിക്കും ഈ സിനിമ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള ഒരു ബന്ധമില്ലെന്നൊക്കെ എഴുതി കാണിക്കും. അതെ, സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് കാണണം. അതെ അതെ, അതാണ് പ്രശ്നം. അതാണല്ലോ പലർക്കും കുരു കിട്ടുന്നത്. ഇതിപ്പം നമ്മളിപ്പോ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമായാലും സത്യസന്ധം അല്ലാത്ത കാര്യമായാലും ഇത് കാണിക്കുമ്പം, ഇത് എടുത്തു കാണിക്കുമ്പം അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് പറയാനോ അല്ല ചെയ്യണം. സിനിമയായിട്ട് മാത്രം കാണും. അന്നേരം എന്തോരം കൊലകളും നടക്കുന്ന സിനിമകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നു. എത്രയോ പിള്ളേരെ നശിപ്പിക്കുന്ന സിനിമകൾ ഇറങ്ങുന്നു. ഇപ്പൊ തന്നെ മാർക്കോ അതും ഈ ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് കാരണം ഈ മാർക്കോ എത്ര ഇതായിട്ട് ഇറങ്ങിയതാ മാർക്കോ. എന്നിട്ടും മാർക്കോയെ അത് ഈ ലഹരിക്കെതിരെ ആയതുകൊണ്ട്, അല്ലെ ലഹരിക്ക് എതിരെ ആയതുകൊണ്ടല്ല, കൊലപാതകങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. മാർക്കോ അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് മനുഷ്യർക്ക് വേണ്ട കാര്യമാണ്. ഈ പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു വീഡിയോ ഇറക്കുന്നു പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള എത്രയോ പരിപാടികൾ നടക്കുന്നു. നാളെ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ പണം ഉണ്ടെങ്കിൽ നമ്മൾ പിണറായി വിജയനെ വെച്ചൊരു സിനിമ എടുക്കും. പിണറായി വിജയന്റെ കഥയിലൂടെ വെച്ച് ഒരു സിനിമ എടുക്കും. പിന്നെ അല്ല, അതിന് പിന്നെ മുരളി ഗോപി എഴുതിയ പടം തന്നെ ഒരു എക്സാമ്പിൾ. മറ്റേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതെ, ഈ എമ്പുരാനകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ വരുന്ന ഒരുപാട് സീനുണ്ട്. അതെ അതെ. അപ്പൊ ഇതൊരു കലാമൂല്യമായിട്ട് മാത്രമേ കാണാവൂ. ഇതിന്റെ അപ്പുറത്തോട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പടം ഇറക്കാൻ പറ്റത്തില്ല. ഒന്നും ഇറക്കാൻ പറ്റത്തില്ല. ഒരു സിനിമ എന്ന് പറഞ്ഞ സാധനം ഇറക്കാൻ പറ്റത്തില്ല. അത് രാഷ്ട്രീയം മാത്രമല്ല, പൊതുവെയുള്ള കാര്യത്തിന് ഇറക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങള് ഇപ്പൊ റിലീസായിട്ട് 4 ദിവസം ഉണ്ടായില്ലേ, 3-4 ദിവസം, 27-ാം തീയതി അല്ല 3 ദിവസമായതുള്ളൂ. ഈ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കാണാൻ പോയത്. നമ്മൾ കണ്ട്, അപ്പൊ നമുക്ക് നേരത്തെ കാണണമെന്ന് വിചാരിച്ചിരുന്നേ. അപ്പൊ അത്രയും പടം നല്ല പടമാണെന്ന് വിചാരിച്ച് കാണാൻ പോയത്. നല്ല പടമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വിവാദം ഉണ്ടാക്കിയാലേ ഈ പടം കയറി കാണത്തുള്ളൂ. അതിനുവേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി എന്തുവായാലും വിവാദം ആയതുകൊണ്ട് ഇപ്പം കളക്ഷൻ ഇനിയിപ്പോ നാളെ ആകുമ്പോൾ 200 കോടി പുറത്ത് കളക്ഷൻ വീഴും. അപ്പം ഇതിനകത്ത് പിന്നെ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും കളിച്ചിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി പലരെ ഉപയോഗിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു അതിബുദ്ധിമാനായ ഒരു ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. പൃഥ്വിരാജ് ചെയ്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൃഥ്വിരാജിന് ഡയറക്ഷൻ എന്ന രീതിയിൽ മോഹൻലാലിനെ വെച്ചാണ് ആദ്യ പടം ഡയറക്ട് ചെയ്തത്. മോഹൻലാലിനെ കണക്കുള്ള ഒരാളെ വെച്ച് ഡയറക്ട് ചെയ്താലേ പുള്ളിക്കാരന് പിടിച്ച് കയറി പോകാൻ പറ്റത്തുള്ളൂ. പുള്ളിയുടെ ബുദ്ധി പ്രവർത്തിച്ചാണ് മോഹൻലാലിനെ വെച്ച് സിനിമ എടുത്തത്. അല്ല, ഇത് പറഞ്ഞിട്ട് മോഹൻലാൽ ഒരു മന്ദബുദ്ധിയാണ്, പുള്ളിക്കാരനെ പറ്റിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഓരോരുത്തർ പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ 10-47 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. എങ്ങനെയാണെന്ന് ഒരു കഥ കേൾക്കുമ്പോൾ അതിന്റെ വിഷ്വൽ വരെ പുള്ളിക്ക് ആലോചിക്കുക. ഒരു ഡയറക്ടർ ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ പുള്ളിക്ക് ആലോചിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഇപ്പൊ ഇത്രയും വലിയ ഇഷ്യൂ ആവും, അല്ലെ ഇങ്ങനെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും എന്നൊന്നും അവർക്കറിയത്തില്ലല്ലോ. അത് ഇപ്പൊ സത്യസന്ധമായിട്ടുള്ള കാര്യമായാലും അല്ലാത്ത കാര്യമായാലും എന്തുമായാലും ചെയ്ത് വെച്ച് അവിടെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ഈ ഡ്രാഗന്റെ മറ്റേത് കാണിക്കുന്നത്, അതൊരു പക്ഷേ ഒരു അമീർ ഖാനോ അത് വേറെ എന്തെങ്കിലും ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ അടുത്ത പടം കാണാൻ. ഇത്രയും ഹൈപ്പ് കൊണ്ടുവന്നത്, ഈ ഹൈപ്പ് കൊണ്ടുവന്നാണ് പടം കാണുമ്പോൾ ഇല്ലെങ്കിലും ഈ ഹൈപ്പ് കൊണ്ടുവന്ന പൃഥ്വിരാജിന്റെ ഐഡിയ ആണ്. കാരണം ഇത് കുറെ നാളുകൊണ്ട് ചെറിയ പടം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കൊണ്ടുവന്ന് ഡ്രാഗന്റെ ഇതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇവര് ചെയ്യുന്ന ആരാന്ന് അറിയിക്കുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ കുറെ വലിയ ഹൈപ്പ് കൊണ്ടുവന്നു ഈ പടത്തിന് വേണ്ടി. അതാണ് ഇത്രയും വിജയം എന്ന് വെച്ചാൽ കളക്ഷൻ വാരിയത്. ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. നോർമലി നോക്കുവാണെങ്കിൽ ഈ പടത്തിൽ സത്യം പറഞ്ഞ ഒന്നുമില്ല. പക്ഷെ പണം അതിനകത്ത് കാണാനുണ്ട്. അടിപൊളിയാണ്. അപ്പൊ കാണാത്തവര് പോയി എന്തുവായാലും പണം കാണുക. അതെ, പിന്നെ രോമൊന്നും എഴുന്നേറ്റിരിക്കത്തില്ല. ഞങ്ങളുടെ രോമൊന്നും എഴുന്നേറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ഉറക്കം പോലൊക്കെ ഞാൻ ഉറങ്ങുകയും ചെയ്തു. 2 മിനിറ്റ് ഉറങ്ങും. അത് പിന്നെ കുറെ ലാഗ് അടിച്ചാലും സിനിമ ലാഗ് അടിച്ചു. അത് എഡിറ്റിംഗിൽ നമുക്കൊരു ഇത് പറയാനുണ്ട്. ഇടയ്ക്ക് ഭയങ്കര സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ലാഗ് ഉണ്ട്. പിന്നെ പടം ആവറേജ്, നമ്മൾ പറയുന്നത് ആവറേജ്, കുറ്റം പറയല്ല. പക്ഷെ പടം ആവറേജ് ആണ്. വല്ല സൂപ്പർ ഹിറ്റോ അല്ലെ ഹിറ്റോ ഒന്നും അല്ല, ആവറേജ് പടം അത്രേ ഉള്ളൂ. പിന്നെ ഈ ഇത്രയും പണം മുടക്കിയുണ്ട് ആൾക്കാർ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ കയറുന്നതുകൊണ്ടാണ് ഇത്രയും കളക്ഷൻ. അപ്പൊ എന്തോരം നന്നായിരിക്കട്ടെ അല്ലേ? അതെ, എല്ലാരും പോയി കാണും. പടം പോയി കാണും. അപ്പം ജയ് ഹിന്ദ് സംഘപരിവാരം.